എന്തിന്റെ അയച്ചു കൊടുക്കാൻ വേണ്ടി എന്തിന്റെ നമ്മുടെ ഡ്രസ്സൊക്കെ മറ്റും കുഴപ്പമില്ല. എന്നാലും കുഴപ്പം നടുവ് കളഞ്ഞിട്ട് സൈഡാക്കി. ഹായ്, എന്റെ പേര് മറിയ ജെ പുത്തൂരാൻ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഡെയിലി ലൈഫ് എങ്ങനെയാന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു 6:30 മണിയാകുമ്പോ എഴുന്നേക്കും. ഫോണിൽ പോകണമെങ്കിൽ അതിനേക്കാൾ മുമ്പ് എഴുന്നേക്കുമല്ലോ എന്ന് ആലോചിച്ചോ. അല്ല, അങ്ങനെയല്ല, വീട്ടിലേക്ക് മാറി പിടിക്കും. 6:30 വീട്ടിൽ ആരും എഴുന്നേക്കാത്ത. ഹായ്, എന്റെ പേര് മറിയ ജെ പുത്തൂരാൻ. എൻ്റെ ഒരു ഡെയിലി ലൈഫാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഡെയിലി ഒരു 5 മണിക്കാണ് എഴുന്നേക്കാറുള്ളത്. എന്നിട്ട് 5:30 ആകുമ്പോഴേക്കും ഞാൻ ചായ ഇടും. അമ്മയ്ക്ക് ചായക്ക് ഇത് വിശ്വസിക്കത്തില്ല. ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർ 5 മണിക്ക് സത്യം ശരി. അങ്ങനല്ല, അങ്ങനെ പറയണത് അതാണ് സാധനം. ഓക്കെ, ഒരു 5 മണിയൊക്കെ 5:30 6 മണി പറയില്ലേ മനുഷ്യന് മിണ്ടാതെ 5:30 ആകുമ്പോ അമ്മയ്ക്കും ചേട്ടന്മാർക്കും ചായ ഇട്ട് കൊടുക്കും. അത് കട്ട് ചെയ്യുക. 5:30 മണിയാകുമ്പോഴേക്കും അമ്മയ്ക്കും ചേട്ടന്മാർക്കും ചായയൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകും. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞായറാഴ്ച പോയി പള്ളിക്കട്ടെ. അമ്മ അതൊന്നും പറയാതെ പറയാൻ പാടില്ല. അമ്മ ആന്നേ പറയാവുള്ളൂ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി ഞാൻ കുർബാന കൂടിയതിനു ശേഷം വീട്ടിൽ വന്നിട്ട് ഞാനായിരിക്കും എല്ലാ ജോലിയും ചെയ്യുന്നത്. ഞാൻ പോലും എല്ലാ ജോലിയും ചെയ്യത്തില്ല. അവള് ചെയ്യുന്നത്. ഇതൊക്കെ ആരോട് കള്ളത്തിന് ആർക്കായിട്ട് കൊടുക്കാൻ പോവാ. അല്ലിത് ഹൈറ്റ് കൊടുക്കണം. മിണ്ടാതി നമ്മ ആട്ടണം. ആർന്ന് പറയണം. വന്നു കഴിഞ്ഞ് ഞാനാണ് ജോലിയെല്ലാം ചെയ്യുന്നത്. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അല്ല ചേട്ടാ, കോളേജിൽ പോട്ടെ, പഠിക്കാനത് പോട്ടെ, പോണം. അത് കഴിഞ്ഞിട്ടല്ലേ. അമ്മയ്ക്കും ചേട്ടന്മാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് എനിക്ക് കോളേജിൽ പോകണം. കോട്ടയത്താണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള ഫുഡും ഞാൻ ഉണ്ടാക്കി ഞാൻ കോളേജിൽ പോകും. അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് വന്നു കഴിയുമ്പോഴും കോട്ടയം പോണെങ്കിൽ തന്നെ ഇത്ര മണിക്കൂർ എടുക്കും. അപ്പൊ പള്ളിയിലും പോയി തിരിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി ചേട്ടന്മാർക്കൊന്നും ഒരു പണിയില്ല. തലക്ക് തലക്ക് ഇത്ര ചിരിച്ചിട്ട് കാണാലോ. ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഉണ്ടാവും. വൈകിട്ട് വന്നിട്ട് ഇതൊക്കെ പറയാം. പട്ടീനെ നോക്കണം. മിണ്ടല്ലേ. അങ്ങനെ വൈകിട്ട് ഞാൻ വരും. വൈകിട്ട് വരുമ്പോഴും ഇവരാരും ഒന്നും ചെയ്യില്ല. അമ്മയ്ക്ക് വയ്യ. ഇവരാരും ഒന്നും ചെയ്യില്ല. ഞാൻ തന്നെ ആയിരിക്കും ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ പാത്രങ്ങളും കാര്യങ്ങളും കാണും. അപ്പൊ അതെല്ലാം കഴിക്കുക. പിന്നെ പട്ടീനെ നോക്കണം. പട്ടീനെ നോക്കണം. എന്നിട്ട്